അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം. ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാനു സ്തുതി പാടിടാം. ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാനു സ്തുതി പാടിടാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം, ബലിയേകിടാം. മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകുമീ ബലിവേദിയിൽ ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതരായി അർപ്പിതരാകാം കൂദാശയിൽ. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം, ബലിയേകിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 14-ാം വാരത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുന്നു. ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ അരുൾ ചെയ്യുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൽ ഒത്തിരിയേറെ ഭാരങ്ങൾ പേറുന്നവരാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് COVID-19 എന്ന ഈ മഹാമാരിയുടെ സാഹചര്യത്തിൽ ഭാരങ്ങൾ പേറി ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കാൻ ഈശോ നമ്മെ എല്ലാവരെയും ഈശോയുടെ തിരുസന്നദ്ധിയിലേക്ക് ക്ഷണിക്കുകയും. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരമാണ്: ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം തിരുവചനം: ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ, അവിടുന്ന് നിങ്ങളെ സഹായിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. മുന്തിരിച്ചെടിയുടെ താഴ്ത്തണ്ടിനോട് അതിൻ്റെ ശാഖകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ യേശുവാകുന്ന താഴ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കാം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, രോഗം വന്നാലും, മഹാമാരി വന്നാലും, അപകടങ്ങൾ സംഭവിച്ചാലും, തോൽവി സംഭവിച്ചാലും, മരണം പോലും വന്നാലും, ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്ന് സന്തോഷമുള്ളവനായി പ്രസരിപ്പുള്ളവനായിട്ട് മാറും. കർത്താവിൻ്റെ ഈ ബലിപീഠത്തോട് നമ്മുടെ കുടുംബത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, മാനസികമായും ശാരീരികമായും പലവിധത്തിലുള്ള ഭാരങ്ങൾ പേറുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങേ അൾത്താരയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിൽ സന്തോഷവും പ്രസരിപ്പും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ബലിയർപ്പണത്തിനായി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാട്, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കും അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കും അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങുമാത്രം പരിശുദ്ധൻ, അങ്ങുമാത്രം കർത്താവ്, അങ്ങുമാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവനെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സീയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ, നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അവൻ എഫ്രായിമിൽ നിന്നും രഥത്തെയും ജെറുസലേമിൽ നിന്നും പടക്കുതിരയെയും വിച്ഛേദിക്കും, പടവില്ലൊടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്.
ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മൃതശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളും പകർച്ചവ്യാധികളും നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. എല്ലാവരും ഇരിക്കുക. പേടിതൻ നിലയില്ലാ കയത്തിൽ ആഴും നേരം, ആ ആഴിതൻ ആഴത്തിൽ നിന്നും എന്നെ ഉയർത്താൻ ഹൃദയം തുറക്കും. സക്രാരിയിൽ വാഴുമെന്നീശോയിലാണ് ആശ്രയം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പിച്ചുവച്ച പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, കുറച്ചു നാളുകളായി, കുറച്ച് ദിവസങ്ങളായി അവൻ വല്ലതും വയറു നിറച്ച് കഴിച്ചിട്ട് ഒരുപാട് പഠിക്കൽ അവൻ കയറിയിറങ്ങുന്നുണ്ട്. ഒരു നേരത്തെ വിശപ്പ് മാറ്റുവാനുള്ള ആഹാരത്തിനു വേണ്ടി, ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി. പക്ഷേ തമിഴ് മാത്രം സംസാരിക്കുവാൻ അറിയാവുന്ന ആ ഭിക്ഷാടകനെ എല്ലാവരും ആട്ടിപ്പായിക്കുന്നുണ്ട്. തളർന്ന് പാതിയടഞ്ഞ കണ്ണുമായി, കത്തുന്ന വയറുമായി അവൻ വീണ്ടും മറ്റൊരു വീടിന്റെ അടുക്കൽ പടിക്കൽ ചെന്ന് മുട്ടുന്നുണ്ട്. അവന്റെ വിളി കേട്ട് പുറത്തു വന്നത് വൃദ്ധയായ ഒരു സ്ത്രീയാണ്. വൃദ്ധയായ സ്ത്രീയോട് അവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട്. പാതി തളർന്ന കണ്ണ് ഒന്നും കൂടി തുറക്കാൻ ശ്രമിച്ച് അവന്റെ ദയനീയ അവസ്ഥ അവളോട് വിട്ടുവിട്ട് പോകുന്ന സ്വരത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ത്രീ ഇരിക്കുവാൻ പറഞ്ഞിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറി താൻ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്ന് നല്ലൊരു പങ്ക് അവനു വേണ്ടി മാറ്റുന്നുണ്ട്. ഇപ്രകാരം ഈ സ്ത്രീ ഇവനു വേണ്ടി ഈ ഭക്ഷണം മാറ്റിവെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവനെ പോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ സ്ത്രീയും. അന്ന് രാവിലെ ആരുടെയൊക്കെയോ കരുണ കൊണ്ട് കുറച്ച് അരി അവൾക്ക് കിട്ടി. ആ അരി അന്ന്
അന്നേ ദിനത്തെ 3 നേരത്തേക്കും കൂടിയുള്ള ഒറ്റ ഭക്ഷണമായി പാകം ചെയ്ത് കഴിക്കുവാൻ തുടങ്ങും മുൻപാണ് ഈ ഭിക്ഷാടകന്റെ വരവും അവന്റെ ദയനീയ അവസ്ഥ ഉൾക്കൊള്ളിച്ച വിളികളും. അങ്ങനെ താൻ കഴിക്കാൻ വെച്ചിരുന്ന ആ ദിവസത്തെ ഒരേ ഒരു ഭക്ഷണം, അതിന്റെ നല്ലൊരു പങ്ക് ഇവന് വേണ്ടി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഉമ്മറപ്പടിയിൽ തളർന്നിരിക്കുന്ന ഇവന്റെ അടുക്കൽ വന്ന് നിലത്ത് വെച്ച് കൊടുക്കാതെ ഒരു കസേരയിട്ട് ഇവന്റെ കൈകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കഴിക്കാൻ പറയുന്നുണ്ട്, കുടിക്കാൻ വെള്ളവും കൊടുക്കുന്നുണ്ട്. സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളുമായി ഇവൻ ആ ഓരോ പറ്റും ചോറ് കഴിക്കുമ്പോഴും ഇവന്റെ ഉള്ളിൽ സന്തോഷം നിറയുന്നുണ്ട്, ആ സ്ത്രീയോടുള്ള വലിയ നന്ദി നിറയുന്നുണ്ട്. അങ്ങനെ പാതി തളർന്ന കണ്ണുകൾ നല്ല രീതിയിൽ വിശപ്പ് മാറി തുറന്നു കഴിഞ്ഞപ്പോൾ ആ വീട് വിട്ട് ഇറങ്ങും മുൻപ് ആ ഭിക്ഷാടകൻ ആ സ്ത്രീയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അമ്മ, ഉൻ അൻപ് ഉണവിലൂടെ തந்த ഉണ്ണെ நான் கடவுள் என்று கூப்பிடலாமா? அம்மா, உன் அன்பு ഉണവിലൂടെ തந்த ഉണ്ണെ நான் கடவுள் என்று கூப்பிடலாமா? അമ്മേ, നിന്റെ സ്നേഹം ഭക്ഷണമായി എനിക്ക് നൽകിയ നിന്നെ ഞാൻ ദൈവം എന്ന് വിളിച്ചോട്ടെ. പ്രിയമുള്ളവരെ, ഈ 14-ാം ആണ്ടുവട്ട ഞായറിനെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാൻ പറ്റും: ദൈവാശ്രയ ഞായർ. അതെ, ജീവിതത്തിൽ നമ്മൾ എപ്രകാരം മറ്റുള്ളവർക്ക് ആശ്രയമായി, അഭയമായി, ആശ്വാസമായി തീരണമെന്ന് കർത്താവ് തന്നെ കാണിച്ചുകൊണ്ട്, പിതാവിന്റെയും പുത്രന്റെയും ഉദാഹരണം കാണിച്ചുകൊണ്ട് പറയുകയാണ്. ഒരിക്കലും പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നതല്ല കർത്താവ്, മറിച്ച് ഇതിലും വലിയ ഒരു എക്സാമ്പിൾ നൽകാൻ കർത്താവിനില്ല. ഒരു തെറ്റ് തിരുത്തിയിട്ട് എന്നെ കണ്ട് പഠിക്കുന്നു പറയുന്നതിനേക്കാളും വലിയൊരു നന്മ ഈ ഭൂമിയിൽ മറ്റെന്തുണ്ട്? അതുകൊണ്ട് തന്നെയാണ് കർത്താവ് മുന്നേയുള്ള വചനങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ആദ്യം എടുത്തു മാറ്റുക, അതിനുശേഷം അപരന്റെ കണ്ണിലെ ഇത്തിരി പോന്ന കരടെടുത്ത് മാറ്റാൻ നീ പരിശ്രമിക്കുക എന്ന്. അതെ, ജീവിതത്തിൽ കുറെ കൂടി മറ്റുള്ളവർക്ക് ആശ്രയമായി, അഭയമായി, ആശ്വാസമായി നമ്മൾ മാറണം. ഈശോ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാരണം എന്റെ ചുമട് ഭാരം കുറഞ്ഞതാണ്, എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ആശ്രയമായി തീരേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ആശ്വാസത്തിന് പല മാനങ്ങളുണ്ട്. ആശ്വാസമായി തീരുക, അഭയമായി തീരുക എന്നെല്ലാം പറയുമ്പോൾ ഇതിന് പല മാനങ്ങളുണ്ട്. എന്റെ മുൻപിൽ നിന്ന് ദേഷ്യപ്പെടുന്ന ഒരാളോട് എന്റെ ജീവിതത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ നിന്ന് ആശ്വാസം ഒഴുകേണ്ടത് ക്ഷമയുടെ രൂപത്തിലാണ്. ഇനി എന്റെ മുൻപിൽ തളർന്നു കരയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ആശ്വാസമായി, അഭയമായി മാറേണ്ടത് പ്രോത്സാഹനത്തിന്റെ വാക്കുകളിലൂടെയാണ്, കൈത്താങ്ങാകുന്നതിലൂടെയാണ്. എന്റെ മുൻപില് വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരുവനിലേക്ക് ഞാൻ ആശ്വാസമായി, അഭയമായി ചെല്ലേണ്ടത് അവന്റെ ആ നേട്ടത്തിനെ കുറിച്ച് ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ അവന് പ്രോത്സാഹനം നൽകുന്നതിലൂടെയാണ്. ഇനി എന്റെ മുൻപിലെ മറ്റു കുറവുകളോടും നന്മകളോടും കൂടെ ആയിരിക്കുന്നവർക്ക് അതേ രീതിയിൽ ഒരാശ്വാസമായി, അഭയമായി നമ്മൾ മാറേണ്ടത് അതാത് സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന നന്മകൾ നൽകിക്കൊണ്ടാണ്. ഇങ്ങനെ ഈ ആശ്രയത്തിന് പല മാനങ്ങളുണ്ട്. ഈ മാനങ്ങളൊക്കെ തിരിച്ചറിയുന്ന നേരത്താണ് ജീവിതം കുറെ കൂടി നിറമുള്ളതാക്കി മാറ്റുവാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുക. ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്, വിചാരിക്കരുത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയാണ് ഏറ്റവും വലുതെന്ന്. അങ്ങനെയല്ല, മറ്റുള്ളവരുടെ ചുണ്ടിലെ പുഞ്ചിരിയുടെ കാരണമായി തീരുവാൻ സാധിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ബി ദ റീസൺ ഫോർ ദ ഹാപ്പിനെസ് ദാറ്റ് കംസ് ഇൻ ദി അതേഴ്സ് ഫേസ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവാശ്രയ ഞായർ, ഈ ദൈവാശ്രയ വാരം കുറെ കൂടി മറ്റുള്ളവർക്ക് ഓരോ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന കണക്കെ നന്മകൾ നൽകിക്കൊണ്ട് നല്ലൊരു ആശ്രയമായി, അഭയമായി, ആശ്വാസമായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, പേടിതൻ നിലയില്ല കയത്തിൽ ആഴും നേരം, ആ ആഴിതൻ ആഴത്തിൽ നിന്നും എന്നെ ഉയർത്താൻ ഹൃദയം തുറക്കും, സക്രാരിയിൽ വാഴുമെൻ ഈശോയിലാണ് ആശ്രയം. ആമേൻ.
നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനുമായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയെന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്ഥാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചൊരുയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, വ്യത്യസ്തങ്ങളായ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഭയഭക്തി വിശ്വാസത്തോടെ നിശബ്ദമായി ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും ഈ എളിയവർദ്ധൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായിട്ടൊന്നുമില്ല കൈമുതൽ നാദാ നിന്ദാനമാണി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും ഈ എളിയവർദ്ധൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും നന്ദി തൻ ബലിയായി എന്നുടെ ഹൃദയമേകിടാൻ തന്ന നന്മകളോരോന്നായി എണ്ണിയോർത്തിടാൻ ജീവദായകമാം ബലിയിൽ പങ്കുചേർന്നിടുകിൽ നിന്റെ സ്നേഹമെന്നുടെ ജീവിതത്തിൽ പങ്കുവച്ചിടാം. സ്വീകരിച്ചാലും നാദാ സ്വീകരിച്ചാലും ഈ എളിയവർദ്ധൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായിട്ടൊന്നുമില്ല കൈമുതൽ നാദാ നിന്ദാനമാണി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുക. പുരോഹിതൻ ഉരുവിടുന്ന കൗദാശിക വചനത്താൽ കാഴ്ചയായി അർപ്പിച്ചിരിക്കുന്ന ഈ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന നിമിഷം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ശാരീരിക മാനസികമായ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസ് മെത്രാപോലിത്തയോടും വൈദിക ഗണത്തോടും സന്യസ സമൂഹത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. യേശുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് ദിവ്യകൂദാശയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അറിയിപ്പ്. എല്ലാ ദിവസവും രാവിലെ 6:30 ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി തത്സമയം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലായ സെയിൻറ് ആന്റണി ഷ്രൈൻ കൊരട്ടി എന്ന യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തു പോരുന്നു. തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലായ സെയിൻറ് ആന്റണി ഷ്രൈൻ കൊരട്ടി എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പരസ്പരം ഈ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുകയും ചെയ്യുക. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 6:30 10:45 വൈകിട്ട് 4:45 6:30 തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ തത്സമയം യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചൊവ്വാഴ്ച രാവിലെ 6:30 അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയും നൊവേനയും ആരാധനയും സെയിൻറ് ആന്റണി ഷ്രൈൻ കൊരട്ടി എന്ന യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് 3 ശുശ്രൂഷകളും ഗുഡ്നസ് ടിവിയുടെ യൂട്യൂബ് ചാനലായ ഗുഡ്നസ് യൂട്യൂബ് ചാനലിലൂടെയുമാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഈ ചൊവ്വാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് പലവിധത്തിലുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ്. വിസ തടസ്സം, വിവാഹ തടസ്സം, ജോലി തടസ്സം, സാമ്പത്തിക തടസ്സം, സന്താന സൗഭാഗ്യ തടസ്സം, അങ്ങനെ സകല തടസ്സങ്ങളും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയാൽ നീങ്ങിപ്പോകുവാനായി നാം പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ മനസ്സിൽ ഉരുവിടേണ്ട സുഹൃത ജപം അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്നതാണ്. COVID-19 പശ്ചാത്തലത്തിൽ കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഓൺലൈൻ നൊവേനയും മറ്റ് തിരുക്കർമ്മങ്ങളും ആരംഭിച്ചിരിക്കുന്ന കാര്യം പരസ്പരം മറ്റുള്ളവരെ അറിയിക്കുക. അങ്ങനെ എല്ലാവർക്കും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയാൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. ആശീർവാദ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുവാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിശുദ്ധ അന്തോണീസിനോടുള്ള ജപം.
ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകലാവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ. നിശബ്ദമായ പ്രാർത്ഥന. ഏറ്റുചൊല്ലാം. പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരേണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങു ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാപങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം.